ഹായ് ഫ്രണ്ട്സ്, സിനിമാ വാർത്ത എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെയുമായി ഉള്ള ചില സിനിമാ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത്, വിസ്മയ മോഹൻലാൽ ആദ്യമായി അഭിനയിക്കുന്ന ചിത്രം തുടക്കം. ചിത്രത്തിൻ്റെ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഓണം റിലീസായിട്ടാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ജൂഡ് ആൻ്റണി ജോസഫാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. മോഹൻലാലും ഈ ചിത്രത്തിൽ ഒരു ക്യാമിയോ റോളിൽ എത്തുന്നുണ്ട്. രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ്, ശിവകാർത്തികേയൻ നായകനായി ജനുവരി 10 തിയേറ്ററുകളിലേക്ക് എത്തിയ പരാശക്തി എന്ന ചിത്രം ഇപ്പോൾ ബിലോ ആവറേജ് കളക്ഷനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചിത്രം 2 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് 44 കോടി രൂപ മാത്രമാണ് കളക്ട് ചെയ്തത്. ചിത്രത്തിൻ്റെ ബഡ്ജറ്റ് ഏകദേശം 200 കോടിയോളം രൂപയാണ്. ചിത്രം തമിഴ്നാട്ടിൽ നിന്നും 22 കോടിയും കർണാടക സ്റ്റേറ്റിൽ നിന്നും 2.85 കോടിയും കേരളത്തിൽ നിന്നും 80 ലക്ഷവും ഓവർസീസിൽ നിന്നും 17 കോടിയും മാത്രമാണ് കളക്ട് ചെയ്തത്. ജനുവരി 11 ഞായറാഴ്ച ദിവസവും ചിത്രത്തിന് കളക്ഷനിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. മൂന്നാമത്തെ ഒരു അപ്ഡേറ്റ്, നിഖില വിമൽ പ്രധാന വേഷത്തിലെത്തിയ പെണ്ണ് കേസ് എന്ന ചിത്രം തിയേറ്ററുകളിൽ നിന്നും ആവറേജ് റെസ്പോൺസാണ് നേടുന്നത്. ചിത്രത്തിന് 2 ദിവസത്തെ കളക്ഷൻ ഏകദേശം 1 കോടിയോളം രൂപയായിരിക്കുകയാണ്. നാലാമത്തെ ഒരു അപ്ഡേറ്റ്, ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം വലതുവശത്തെ കള്ളൻ. ചിത്രം ജനുവരി 30 റിലീസ് ചെയ്യുന്നത്. ചിത്രത്തിൻ്റെ ട്രെയിലർ അധികം വൈകാതെ തന്നെ പുറത്തിറങ്ങുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്.